അനുമോളുടെ യഥാർത്ഥ സ്വഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദാ ഇപ്പോൾ ഷാനവാസ് എത്തിയിരിക്കുകയാണ്. ഷാനവാസിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുന്ന അനുമോളെയാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് അല്പസമയം മുമ്പ് ലൈവിൽ ഷാനവാസും ആദിലയും അനുവും തമ്മിൽ സംസാരിക്കുകയാണ്. പ്രേക്ഷകരോട് പറയാനുള്ള പല കാര്യങ്ങളും ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് പറയാറുണ്ട്. പൊതുവെ അങ്ങനെയാണ് ലൈവിൽ. ഇന്ന് ആദിലെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഷാനവാസ് വരുന്നത്. ഷാനവാസിനോട് കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഷാനവാസ് എത്തിയിരിക്കുകയാണ്. അന്ന് ചെരുപ്പെറിഞ്ഞതിൻ്റെ പേരിൽ നിന്നെ ഞാൻ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തു, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബിഗ് ബോസിൻ്റെ അടുത്ത് കൺഫ്യൂഷൻ റൂമിൽ പോയി ഞാനും അക്ബറും അത്രമാത്രം ചീത്ത കേട്ടത്, ഞങ്ങൾ ഇറക്കി വിടുമെന്ന് പറയാൻ ബിഗ് ബോസ് പറഞ്ഞു. ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഷാനവാസ് ഖാനെ വിളിച്ചത്, ഷാനവാസ് ഖാനോട് തലേ ദിവസം പറഞ്ഞിരുന്നില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന്, അതുകൊണ്ടല്ലേ വിളിച്ചതെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എന്നിട്ടാണോ നീ ആ ജിസേലിൻ്റെ ചുണ്ടത്തിട്ട് അടിച്ചതെന്ന്. എന്നാൽ ചുണ്ടത്തിട്ടൊന്നും ഞാൻ അടിച്ചില്ല, ഇപ്പോഴും പറയുന്നു എന്നൊക്കെ അനുവിൻ്റെതായ കാര്യങ്ങളൊക്കെ പറയാം. ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല. നിൻ്റെ ആവശ്യത്തിന് മാത്രം ഞങ്ങളെ മതി, ആവശ്യം കഴിഞ്ഞാൽ നിനക്ക് വേണ്ട. അങ്ങനെയാണ് നീ പണ്ട് മുതലേ. നീ എന്തിനാ ആവശ്യമില്ലാത്ത വള്ളിയിലൊക്കെ കയറി പിടിക്കുന്നതെന്ന്. അപ്പോൾ അനുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, പിന്നെ എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ എന്ന്. ഷാനവാസ് അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, നീ ഗെയിം കളിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും, നീ അത്തരത്തിലുള്ള ഗെയിമാണ് കളിക്കുന്നതെന്ന്. എന്നാൽ ഷാനവാസിൻ്റെ ഈ വാക്കുകളോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആതിര എത്തിയിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിലെ ഓരോ കുടുംബാംഗങ്ങളും അനുവിനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അനു ഒരാളെ യൂസ് ചെയ്യുകയാണ്, അനുവിൻ്റെതായ രീതിയിൽ വെളുപ്പിക്കാനും അത് കഴിയുമ്പോൾ വേണ്ടാന്ന് വെക്കാനും അത്തരത്തിലുള്ള കളിയൊക്കെ നീ കളിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. ഇതും നീ ഇപ്പം നീ സംസാരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിൻ്റെ കാര്യങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അനുവിനോട് മുഖത്ത് നോക്കി പറയുന്ന ഷാനവാസിനെയാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഷാനവാസിന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. രണ്ടാളും മുഖത്തോട് മുഖം നോക്കാത്തതുകൊണ്ട് തന്നെ ഷാനവാസ് ഇതൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴിത് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് ഇനി നിങ്ങളോട് ആരോടും ബന്ധത്തിൽ ഉണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഇവിടെ ഞാൻ ഗെയിം കളിക്കുകയാണെന്ന്. ഗെയിം കളിക്കട്ടെ, നമുക്ക് നോക്കാം എത്രത്തോളം കളിക്കുമെന്ന്, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.